ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കൃത്യതയോടെ നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് വലിയ അനുഗ്രഹമായി മാറും. പട്ടം കിട്ടിയ വൈദികരോട് നമുക്കുണ്ടായിരിക്കേണ്ടത് എടാബോടാ ബന്ധമാണോ, അത് നല്ലതാണോ എന്നുള്ളത് നാം തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒരു സംഭവം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. മധ്യവയസ്കരായ 2 വൈദികർ അവർ കണ്ടുമുട്ടിയപ്പോൾ അവരിങ്ങനെ, എടാ നിൻ്റെ അമ്മയുടെ കാര്യം എന്തായി, അങ്ങനെയുള്ള ചില സംസാര രീതികൾ. കാരണം അവർ ക്ലാസ്മേറ്റ്സാണ്. പക്ഷേ അത് കേട്ടു നിന്ന 1-2 വ്യക്തികൾ അവർക്ക് അത് വളരെ ഒരു വേദനാജനകമായി തോന്നി. ഒരു വൈദികനെ, ആ മധ്യവയസ്കനായ വൈദികനെ, ക്ലാസ്മേറ്റ് ആണെങ്കിൽ പോലും എടാ നിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച ആ ഒരു പദപ്രയോഗം. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ഭർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 22 വർഷമായി. ഇന്ന് വരെ എൻ്റെ ഭാര്യയെ ഞാൻ എടി അല്ലെ പോടി അങ്ങനെയുള്ള പദങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അവരുടെ പേര് ഞാൻ വിളിക്കും, അതല്ലാതെ എടി എന്ന് അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, മഹനീയമായ ഒരു കാഴ്ചപ്പാട് മൂലം അദ്ദേഹം ഏറ്റെടുത്ത ഒരു തീരുമാനമാണ്. അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഏതാനും വചനങ്ങൾ കൂടി എടുത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ആരാണ് ഒരു വൈദികൻ എന്നുള്ളത് 2-3 വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ പിന്നെ ഏത് രീതിയിലുള്ള ബന്ധമാണ് അവരുമായിട്ടുണ്ടാകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാകും. സങ്കീർത്തനം 105 15-ാമത്തെ വചനം, എൻ്റെ അഭിഷിക്തൻ, ദൈവത്തിൻ്റെ സ്വന്തം. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. സങ്കീർത്തനം 28 7-8 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തൻ്റെ സ്വന്തമായവരുടെ ശക്തിയാണ്. ദൈവം തന്നെയായിരിക്കും അവരുടെ ശക്തി. ദൈവം ശക്തിപ്പെടുത്തി നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തമാണ് അഭിഷിക്തർ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ജെറമ്യായുടെ പുസ്തകം 31 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതോ, പുരോഹിതരെ ഞാൻ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും. പുരോഹിതർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സമൃദ്ധിയും സന്തുഷ്ടിയും. നമുക്ക് ഇതോടൊപ്പം ചില വിശുദ്ധരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മൊഴികൾ, ഈ വൈദികരെക്കുറിച്ചുള്ള ആ മൊഴികൾ മനസ്സിലാക്കിയിരിക്കുന്നതും നല്ലതാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, പുരോഹിതൻ അവന് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ദൈവം കഴിഞ്ഞാൽ നിനക്ക് പ്രധാനപ്പെട്ടത് പുരോഹിതനായിരിക്കണം. ഒരു പുരോഹിതൻ്റെ വില നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരേ സമയത്ത് ഒരു മാലാഖയും അതുപോലെ ഒരു പുരോഹിതനെയും കാണാൻ ഇടവന്നാൽ ആദ്യം ഞാൻ പുരോഹിതൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. പൗരോഹിത്യത്തിൻ്റെ ആ മാഹാത്മ്യത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സിയന്നായിലെ വിശുദ്ധ ക്യാതറിൻ അവർ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. ഒരു പുരോഹിതൻ നടന്നു പോയി കഴിയുമ്പോൾ ആ പുരോഹിതൻ്റെ പാദസ്പർശനമേറ്റ ഗ്രൗണ്ട്, ആ ഭൂമിയിൽ മുട്ടുകുത്തി ആ പാദസ്പർശനമേറ്റ ഭാഗം ചുംബിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുരോഹിതനെ എത്ര ആദരവോടെയാണ് ഈ വിശുദ്ധ കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ആശ്രമം, അതിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് പസ്കാൽ ബൈലോൺ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു പുരോഹിതൻ ആ ആശ്രമത്തിലേക്ക് വരുന്നത് കണ്ടാൽ പുള്ളി അവിടുന്ന് എഴുന്നേറ്റ് ഓടി ചെന്നിട്ട് പുരോഹിതൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കൈ വാങ്ങിച്ച് അതിനകത്ത് കൈക്കകത്ത് ചുംബിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരു പുരോഹിതനെക്കുറിച്ച്, പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു കാര്യം കൂടി നമുക്ക് തിരിച്ചറിയാം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് പൗരോഹിത്യം. ഇതറിയാൻ ചില കാര്യങ്ങൾ നമ്മൾ എടുത്താൽ മതി. ജോൺ മരിയ വിയാനി പറഞ്ഞത്, പൗരോഹിത്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ തിരുഹൃദയ സ്നേഹമാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ കാണുന്നുണ്ട് ആർക്ക് ഓഫ് ദ കവനൻറ്റ്, വാഗ്ദാന പേടകം, ആർക്ക് ഓഫ് ദ കവനൻറ്റ്. അതിൽ സൂക്ഷിച്ചിരുന്ന 3 കാര്യങ്ങളുണ്ട്. അഹ്റോൻ്റെ വടി, മന്ന, അതുപോലെ തന്നെ തോറ, നിയമം. അഹ്റോൻ്റെ വടി സൂചിപ്പിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. അപ്പം ഈ വാഗ്ദാന പേടകത്തിൽ പോലും വലിയ സ്ഥാനം ലഭിച്ചിരുന്ന ഒന്നാണ് പൗരോഹിത്യം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഹെബ്രായ ലേഖനം 4ഉം 5ഉം അധ്യായങ്ങൾ ഒന്ന് ചേർത്ത് വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു സന്ദേശം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവജനം ദൈവത്തിന് നൽകുന്ന സമ്മാനമാണ്. അതുപോലെ തന്നെ ദൈവം
ദൈവജനത്തിന് നൽകുന്ന വലിയ സമ്മാനമാണ് പുരോഹിതൻ എന്നുള്ളത് ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ എത്രമാത്രം ബഹുമാനത്തോടെയാണ് നമ്മളൊരു പുരോഹിതനെ കാണേണ്ടത്. എടാപോട ബന്ധത്തെക്കാൾ നമുക്ക് ഒരു ബഹുമാനമാണ് അവരോട് കാണിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. വൈദികരാണെങ്കിലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവർ ചില ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. എടാപോട ബന്ധത്തെക്കാൾ ഒരു പുരോഹിതനുണ്ടായിരിക്കേണ്ട ബന്ധം, ഒന്ന് ദൈവത്തോടുള്ള വ്യക്തിബന്ധം, സ്നേഹബന്ധം. രണ്ട്, ദൈവജനത്തോടുള്ള ആ ഒരു സ്നേഹബന്ധം. ദൈവജനത്തെ സ്നേഹിച്ചാലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളാനും ഒരു പുരോഹിതന് പറ്റത്തുള്ളൂ. മൂന്നാമത്തേതാണ് സഹവൈദികരോടുള്ള ആ ഒരു ബന്ധം. അതിൽപ്പെടുന്നതാണ് മെത്രാനോടും മാർപ്പാപ്പായോടും ഒക്കെയുള്ള ആ ഒരു ബന്ധം. അവസാനത്തേതാണ് കുടുംബത്തോടുള്ള ബന്ധം. ഫുൾട്ടൻഷ്യൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഓരോ പുരോഹിതർക്കും രണ്ടമ്മയാണുള്ളത്. ഒന്ന് അവർക്ക് ജന്മം നൽകിയ അമ്മ, ഒന്ന് സ്വർഗീയ അമ്മ. ഈ രണ്ട് അമ്മമാരുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഈ ബന്ധങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പൗരോഹിത്യം എത്ര മഹനീയം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ ഒരു ബോധ്യത്തോടെ ലോകമാസകലമുള്ള എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.